ഒരു മാസം മുമ്പ് നമ്മൾ ലെനോവോ LOQ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ റാം 16 GB ആയിരുന്നു. ലൂമിയിൽ 48% ബെഞ്ച് മാർക്കുണ്ട്. അതിനകത്ത് റാം റെഡിൽ കിടക്കുകയായിരുന്നു. ഒരു മിനിമയിലായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മളൊരു 16 GB റാം കൂടെ മേടിച്ചിട്ട് സെയിം ഫ്രീക്വൻസി 5600 MHz ഒരു റാമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ സെയിം ഫ്രീക്വൻസിയിലുള്ള ഒരു റാം കൂടെ നമ്മൾ മേടിച്ചു. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ആക്കാം. എങ്ങനെ ഈ റാം നമുക്ക് ലാപ്ടോപ്പിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത്, എത്രത്തോളം നമുക്ക് പിന്നീട് കിട്ടുന്ന ബെഞ്ച് മാർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ATM കാർഡ് ഉപയോഗിച്ച് സ്ക്രൂ ഒക്കെ അഴിച്ചതിന് ശേഷം നമ്മളൊരു ATM കാർഡ് ഉപയോഗിച്ച് അതിൻ്റെ ബാക്ക് പാനൽ നിന്ന് അഴിച്ചു കഴിഞ്ഞ സമയത്ത് ഇവിടെ ആയിട്ടിരിക്കുന്ന ഈ ഒരു സ്റ്റീൽ കവറിങ്ങിലുള്ള ഈ ഒരു പോർഷനിലാണ് നമ്മുടെ റാം വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു പോർഷനിലാണ് നമ്മുടെ റാം വരുന്നത്. അപ്പം പതുക്കെ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു കേസ്, ഈ സ്റ്റീൽ കേസ് നമ്മൾ ജസ്റ്റ് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ അതൊന്ന് ഓപ്പണായി വരും. ഒരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്കറും കൂടെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റുകയാണെങ്കിൽ ഈ കവർ ഓപ്പണായി വരും. ഇവിടെ നോക്കുമ്പോൾ 2 സ്ലോട്ടുണ്ട്. ഒരു സ്ലോട്ടിൽ ഒരു 16 GB റാം ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രീക്വൻസി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ഫ്രീക്വൻസിയിലുള്ള റാം തന്നെ വേണം നമ്മൾ മേടിച്ച് അടുത്ത സ്ലോട്ടിൽ ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ പഴയ റാം അവിടെ തന്നെ ഇടുകയാണ്. എന്നിട്ട് ക്രൂഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 16 GB റാമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 3700 രൂപയാണ് ഇതിന് വില വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്രൂഷ്യലിൻ്റെ ഈ ഒരു റാം കവറിൽ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം സെയിം അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ അടുത്ത് ഒരു ഫ്രീ ആയി കിടക്കുന്ന സ്ലോട്ടിലേക്ക് ഇടാൻ പോവുകയാണ്. ഇങ്ങനെയല്ല ഇടേണ്ടത്, തിരിച്ചാണ് നമ്മൾ ഇടേണ്ടത്. അതിൻ്റെ സ്ലോട്ട് നോക്കിയാൽ കാണും. ഒരു റാം തിരിച്ചാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന റാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് തള്ളിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മുടെ റാം അവിടെ സൂപ്പറായിട്ട് അവിടെ സ്റ്റക്കായിരുന്നോളും. പിന്നെ അത് ഓപ്പണായി മുകളിലോട്ട് വരത്തില്ല. അതിൻ്റെ സൈഡിലുള്ള ആ ഒരു സ്പ്രിങ് തട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു റാം ഓപ്പണായി വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു 500 GB SSDയും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ഇടുകയാണ്. ഓൾറെഡി ഇതിനകത്തൊരു 500 GB SSD നമ്മുടെ ലാപ്ടോപ്പിലുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രീ ആയിട്ടിരുന്നൊരു 500 GB ഒരു SSD ഉണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ അഴിച്ച സ്ഥിതിക്ക് ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അതിൻ്റെ സ്ക്രൂ ഇട്ടതിന് ശേഷം അതും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, റാമും SSDയും നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സ്റ്റീൽ കവർ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കവറങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് കവർ നമ്മൾ ഇതിനങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. അതിന് ശേഷം സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ബൂട്ടായൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ലൂമിയുടെ നമ്മളുടെ ബെഞ്ച് മാർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. പ്രോപ്പർട്ടീസിൽ നോക്കിയാൽ ഇവിടെ ആയിട്ട് ഇപ്പോൾ നമുക്ക് 32 GB കാണിക്കുന്നുണ്ട്. 16 GB ആയിരുന്നു. ഒരു 16 GB കൂടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 32 GB വന്നിട്ടുണ്ട്. റാം സെറ്റായിട്ടുണ്ടോ എന്ന് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കി, നമ്മുടെ സിസ്റ്റം മെമ്മറി റെക്കമെൻഡഡിലേക്ക് റാമും എത്തിയിട്ടുണ്ട്. എല്ലാം ബ്ലൂ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജ് 48% മാത്രമേ കാണിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഗ്രാഫിക്സ് കാർഡും പ്രോസസ്സറും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ബെഞ്ച് മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൂടുതൽ കാണിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഈ ഒരു ലെവലിലാണ് കാണിക്കുന്നത്. എല്ലാം ഇപ്പം നമുക്ക് ബ്ലൂവിൽ വന്നിട്ടുണ്ട്. റെക്കമെൻഡഡ് എത്തിയിട്ടുണ്ട്. ഗ്രാഫിക്സ് കാർഡ് മിനിമലിനെക്കാട്ടിലും മുകളിൽ നിൽപ്പുണ്ട്. നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു അപ്ഗ്രേഡാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ.